ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ചാപ്റ്റർ മുഴുവൻ നമ്മൾ വായിക്കുന്നില്ല, പകരം ഇമ്പോർട്ടൻ്റ് ഭാഗം നോക്കി പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്, ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന് തുടങ്ങിയവയാണ് ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ. അടുത്തത് ഭൂപടങ്ങൾ എന്നാൽ എന്താണെന്ന് നോക്കാം. ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളാണ് ഭൂപടങ്ങൾ. ഭൂപടങ്ങളെ പ്രധാനമായും രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ഒന്ന്, ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം. രണ്ട്, ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത്. അടുത്തത് നമുക്ക് വിവിധതരം ഭൂപടങ്ങളുടെ ഉദാഹരണങ്ങൾ നോക്കാം. രാഷ്ട്രീയ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഗതാഗത ഭൂപടം, മണ്ണ് ഭൂപടം തുടങ്ങിയവ. ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തിരിക്കാം. ഒന്ന്, ഭൗതിക ഭൂപടങ്ങൾ. രണ്ട്, സാംസ്കാരിക ഭൂപടങ്ങൾ. ഭൗതിക ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. സാംസ്കാരിക ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ. ഉദാഹരണം, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയവ. നെക്സ്റ്റ് രണ്ട് ഭൂപടങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന്, ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേതിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവും ചിത്രീകരിച്ചിരിക്കുന്നു. ഇവ രണ്ടും ഒരേ ഭൂപടത്തിൽ ചിത്രീകരിച്ചാൽ എന്താണ് സംഭവിക്കുക? രണ്ട് ഭൂപടങ്ങളിലെയും വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്ക് ഏറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും വിവരശേഖരണം കൂടുതൽ സങ്കീർണമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളിലായി ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നാം വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാം. തോതിൻ്റെ അഥവാ അളവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം. വലിയ തോത് ഭൂപടങ്ങൾ, ചെറിയ തോത് ഭൂപടങ്ങൾ എന്നിങ്ങനെയാണ് തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. ആദ്യം വലിയ തോത് ഭൂപടങ്ങളുടെ സവിശേഷതകൾ നോക്കാം. ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു. ഉദാഹരണം, ധരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടം. അടുത്തത് നോക്കാം. ചെറിയ തോത് ഭൂപടങ്ങളുടെ സവിശേഷതകൾ. ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നു. ഉദാഹരണം, ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം തുടങ്ങിയവ. അടുത്തത് നമുക്ക് എന്താണ് ഭൂപട വായന എന്ന് നോക്കാം. ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെ ഭൂപട വായന എന്നാണ് വിളിക്കുന്നത്. ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശരേഖ, രേഖാംശരേഖ, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ, സൂചിക. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് പരിശോധിക്കാം. തലക്കെട്ട് ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രധാന ഭൗമോപരിതല സവിശേഷതയെയാണ് തലക്കെട്ട് എന്ന് സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഭൂപടത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂപടത്തിൻ്റെ തലക്കെട്ട് കേരളം ഭൂപ്രകൃതി എന്നായിരിക്കുന്നു. അടുത്തത് നോക്കാം. തോത്. ഭൂതലത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂതലത്തിലെ അതേ രണ്ട് സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത്. ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽപാതയുടെയോ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയാണ്. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ പൊതുവെ 3 രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന്, പ്രസ്താവനാ രീതി. രണ്ട്, ഭിന്നക രീതി. മൂന്ന്, രേഖീയ രീതി. ആദ്യം നോക്കാം പ്രസ്താവനാ രീതി.
പ്രസ്താവനാ രീതിക്ക് ഒരു ഉദാഹരണം നോക്കാം. ഭൂതലത്തിലെ 1 സെൻറ്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നുവെന്ന് കരുതുക. അതിനെ 1 സെൻറ്റിമീറ്റർ = 1 കിലോമീറ്റർ എന്നെഴുതാം. ഇത്തരത്തിൽ തോത് അടയാളപ്പെടുത്തുന്ന രീതിയെയാണ് പ്രസ്താവനാ രീതി എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം, ഭിന്നക രീതി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. ഭിന്നക രീതിക്ക് ഒരു ഉദാഹരണം നോക്കാം. RF = 1:1 lakh. ഇങ്ങനെ എഴുതുന്നതാണ് ഭിന്നക രീതി. ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 1,00,000 യൂണിറ്റുകൾക്ക് തുല്യമാണെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രീതിയിൽ അനുപാതത്തിന് മുന്നിൽ നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂപടത്തിലെ അകലവും അനുപാതത്തിന് ശേഷം നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂതലത്തിലെ അകലവും സൂചിപ്പിക്കുന്നു. ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അകലം സൂചിപ്പിക്കുന്നതിനായി സെൻറ്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതൂ. അപ്പോൾ ഈ ഭിന്നക രീതിയിലുള്ള തോത് അർത്ഥമാക്കുന്നത് ഭൂപടത്തിലെ 1 യൂണിറ്റ് അകലം, അതായത് 1 സെൻറ്റിമീറ്റർ, ഭൂതലത്തിലെ 1,00,000 സെൻറ്റിമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. 1 കിലോമീറ്റർ ആണ് 1,00,000 സെൻറ്റിമീറ്റർ. അടുത്തത് നോക്കാം, രേഖീയ രീതി അല്ലെങ്കിൽ ലീനിയർ സ്കെയിൽ. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് രേഖീയ രീതി. അടുത്തത് നോക്കാം, ദിക്കുകൾ. NESW എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ദിക്കുകൾ, അതായത് നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഒരു വടക്കുനോക്കി യന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വടക്ക് നോക്കി യന്ത്രത്തിന് അനുസൃതമായി ക്രമീകരിച്ചാൽ ദിശ തെറ്റാതെ സഞ്ചരിക്കാം. അടുത്തത് നോക്കാം, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ. ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഏതൊരു രാജ്യത്തുള്ളവർക്കും ആശയക്കുഴപ്പമില്ലാതെ ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത്. മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ ഭൂവിവരങ്ങൾ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളിലാണ് പൊതുവെ ഇത്തരം നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നൈസർഗിക സസ്യജാലങ്ങൾ സൂചിപ്പിക്കാൻ പച്ച നിറം ഉപയോഗിക്കുന്നു. കൃഷിയിടങ്ങൾ മഞ്ഞ, പാർപ്പിടങ്ങൾ റോഡുകൾ ചുവപ്പ്, തീവണ്ടിപ്പാത, അക്ഷാംശരേഖകൾ, രേഖാംശരേഖകൾ, ടെലിഫോൺ ലൈൻ കറുപ്പ്, ജലാശയങ്ങൾ നീല, പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ തവിട്ട്. അടുത്തത് സൂചിക എന്താണെന്ന് നോക്കാം. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവയോരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് സൂചിക. അടുത്തത് നോക്കാം, അക്ഷാംശരേഖകളും രേഖാംശരേഖകളും. ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതകളുടെയും ഒക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശ രേഖകൾ അനിവാര്യമാണ്. അടുത്തത് എന്താണ് വിദൂര സംവേദനം എന്ന് നോക്കാം. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്ന് സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ എന്നിവ ഘടിപ്പിച്ച് വിവരങ്ങൾ ശേഖരിക്കാം. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ പ്ലാറ്റ്ഫോമുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഭൂതല വിദൂര സംവേദനം. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം. അടുത്തത് നോക്കാം, ആകാശീയ വിദൂര സംവേദനം. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. അടുത്തത് ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകളാണുള്ളത്. അവയിൽ ചിലത് നോക്കാം. കാലാവസ്ഥാ പഠനത്തിന്, കാർഷിക മേഖലയിലെ പഠനത്തിന്, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തുന്നതിന്. അടുത്തത് നോക്കാം, ഭൂവിവര വ്യവസ്ഥ. ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ
ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. ഈ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നു. ഈ സാങ്കേതികവിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS. അടുത്തത് ഭൂവിവര വ്യവസ്ഥ പ്രയോജനപ്പെടുത്തുന്ന മേഖലകൾക്ക് ഉദാഹരണം നോക്കാം. വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, വിഭവ പരിപാലനം തുടങ്ങിയവയാണവ. അടുത്തത് നോക്കാം. ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി തരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവാണെങ്കിലോ അതിൻ്റെ സ്ഥാനം, സഞ്ചാരദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS എന്നീ നൂതന സങ്കേതങ്ങളുടെ സാധ്യതകൾ രാഷ്ട്രനിർമ്മാണത്തിനും രാജ്യപുരോഗതിക്കുമായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതും അർത്ഥപൂർണമാകുന്നതും. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. താങ്ക് യു.